ഹലോ, ഇന്ന് ഞാനൊരു ഈവനിങ് എടുത്ത വീഡിയോ ആണ്. ഇത് ഒരു ഡിന്നർ വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ ലഞ്ച് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡിന്നറിന് വേണ്ടിയിട്ടുള്ള. ഞാനിവിടെ 800 ഗ്രാമിൻ്റെ ചിക്കൻ ബ്രസ്റ്റ്, 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാനിതൊന്ന് ദഹി ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഗ്രില്ല് ചെയ്തിട്ടുള്ളത് അതും പിന്നെ നമ്മൾ ഗ്രീൻ കളർ ചപ്പാത്തി, അതായത് നമ്മളെ മുരിങ്ങ ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചിക്കനെ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബ്രസ്റ്റ് പീസിനെ രണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും അതുപോലെ ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാലില്ലേ, ഈ ചിക്കൻ ബ്രസ്റ്റ് ഉള്ള സമയത്ത് അതിനെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അതില്ലാത്ത സമയത്ത് ഇന്ന റെസിപ്പി ചെയ്യാമെന്നൊക്കെ മൈൻഡിൽ വരും. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇത് കുറേ ആയിട്ട് ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു നിന്ന റെസിപ്പിയാണ്. അപ്പോൾ അതന്നെ ഇന്ന് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഷവർമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കരുതി കുറേ ആയില്ല ഈ ഒരു റെസിപ്പി കാണിക്കണമെന്ന് വിചാരിക്കുന്നത്, അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിന് ഞാൻ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മളെ ക്ലിംഗ് റാപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു മുട്ടി വെച്ചിട്ട് നല്ല പോലെ അതിനൊന്ന് മുട്ടി കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ ബ്രസ്റ്റൊക്കെ ഒന്ന് നല്ല പോലെ കട്ടി കൂടിയതായിരിക്കില്ല, അതെല്ലാം ഒന്ന് നമുക്ക് നേരിയ പീസായി ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല പോലെ മുട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മറ്റേ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു അമ്മി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ചെയ്താലും മതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഇതിനേക്കുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, അതിൻ്റെ നീരും എടുത്ത്, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് ഇത് നല്ല പോലെ മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഓയിലും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ അടിച്ചു വെച്ച ചിക്കൻ ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നല്ല പോലെ അതൊന്ന് എല്ലാ പീസും അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി ചപ്പാത്തി തയ്യാറാക്കണം. ഞാൻ പറഞ്ഞല്ലോ മുരിങ്ങ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ മുരിങ്ങ പൗഡർ വെച്ചിട്ട് ചപ്പാത്തിയിലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി അത് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ചപ്പാത്തിക്ക് ഞാൻ എപ്പോഴും ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ മാത്രമാണ് ഇടൽ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി നല്ല ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ചപ്പാത്തിക്കുള്ള നമ്മൾ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതിൽ 4 ടേബിൾ സ്പൂണ് മുരിങ്ങ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊഴിച്ച് നമുക്ക് ചപ്പാത്തി കുഴക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നോർമലി അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ ചപ്പാത്തി മാവിൽ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അവിടെ ഒരു 10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി ഞാൻ കരുതി വേഗം കുട്ടിക്ക് ചായ കൊടുക്കാം. അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ചായ എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ നൈബർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളുമായിട്ട് കുറേ സംസാരിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് നമ്മൾ ആ ഗ്രില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ 2 സൈഡും കുക്കാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കരുതി ഓവനിൽ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ അപ്പോൾ ഇത് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഈ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഓവൻ ഞാനൊരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ്സ് ഗ്രിൽ ചെയ്തെടുക്കാം. അതവിടെ നിന്നാവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി വേഗം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ വേഗം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തിയുടെ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേഗം അത് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തി പരത്തലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചത് മാത്രം. പണ്ട് എനിക്ക് ഈ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഒരിക്കലും ശരിയാവില്ല, കറക്റ്റ് റൗണ്ട് വരികയില്ല. നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ ഭൂപടം എന്നൊക്കെ പറയുക അതുപോലെയെല്ലാം വരും. അപ്പോൾ പിന്നെ എന്താ പറയുക, ഉമ്മ അതിങ്ങനെ കുറേ തവണ എന്നെ കൊണ്ടത് പരത്തിച്ചിട്ടാണ് ശരിയാക്കിയത്. അപ്പോൾ ഇതാ ഒരു ചപ്പാത്തി ആയപ്പോൾ ഞാൻ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്ക് പറഞ്ഞാൽ ഈ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ നമുക്കിതൊരു നല്ല തന്നെയാണല്ലോ ഈ മുരിങ്ങ പൗഡർ ചേർത്തിട്ട്. പിന്നെ ഇതാ ഓരോ ചപ്പാത്തിയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ ചപ്പാത്തി ചുടലും കഴിഞ്ഞിതാ. ഞാൻ പറഞ്ഞില്ലേ, കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷനൊന്നും നമുക്ക് തോന്നില്ല, പക്ഷേ ഹെൽത്തി ആണല്ലോ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി പരത്തിയ സ്ഥലങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഗ്യാസിലും ഒക്കെ നമ്മൾ ഈ ചപ്പാത്തി ചുട്ടല്ലോ, അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുമെല്ലാം ഞാൻ വേഗം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി സലാഡിനുള്ള ക്യാരറ്റും ലെറ്റ്യൂസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതും കൂടി കഴിഞ്ഞിട്ട് വേഗം നിസ്കരിക്കാൻ പോകാമെന്ന് കരുതി. അപ്പോൾ ഞാനതൊക്കെ വേഗം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കൻ ഗ്രില്ല് ചെയ്തതായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓവനിൽ നിന്നും മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെറ്റ്യൂസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ആരും കഴിക്കില്ല. എല്ലാവർക്കും ബർഗറിലൊക്കെ വെച്ചാൽ കഴിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ക്യാരറ്റും ഇതൊക്കെ നല്ലപോലെ കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാം നമ്മളെ ക്യാരറ്റും ലെറ്റ്യൂസും ഒക്കെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി വേഗം തന്നെ ഞാൻ പോയിട്ട് നിസ്കരിക്കാനുള്ള പണി നോക്കട്ടെ. ബാക്കി പാത്രങ്ങളുണ്ടല്ലോ അതൊന്ന് വേഗം പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് അടുക്കളയിൽ നിന്നും കയറാമെന്ന്.
അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. പിന്നെ ഞാൻ വേഗം പോയി വെള്ളമൊക്കെ എടുത്ത് മഗ്‌രിബ് നിസ്കരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ കോളൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കരുതി കുറച്ച് മാംഗോ ലസ്സി ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഐഡിയുടെ ഫുഡ് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാംഗോ ഫ്രോസൺ പൾപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ മാംഗോ ലസ്സി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ വേഗം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രോസൺ മാംഗോയുടെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് മധുരമൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി ആ ഫ്രോസൺ മാംഗോയിൽ എനിക്കൊരു കുറച്ച് മധുരമുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ മധുരം എക്സ്ട്രാ ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രം ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഹസ്ബൻഡിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ലസ്സി. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഏതായാലും നല്ല ചൂടല്ലേ ഇവിടെ, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അങ്ങനെ ഇതാ ലസ്സിയും നല്ലപോലെ അടിച്ചെടുത്ത് അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഡൈനിങ് ടേബിളിലേക്ക് നമ്മുടെ ചപ്പാത്തിയും സലാഡും ഗ്രിൽഡ് ദഹി ചിക്കനും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മാഷാ അല്ലാഹ് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാത്രം കഴുകുന്നതും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച ദഹി ഗ്രിൽഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.